അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 തിങ്കളാഴ്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ ആര്യാടൻ ഷൌക്കത്തിന് 11,077 വോട്ടിന്റെ മിന്നും വിജയം. UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് 77,737 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ LDF സ്ഥാനാർത്ഥിയായ M സ്വരാജിന് 66,660 നേടാനേ സാധിച്ചുള്ളൂ. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 19,760 നേടി കരുത്തുകാട്ടി. NDA സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജ് 8,648 വോട്ടും SDPIയുടെ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിക്ക് 2,075 വോട്ടും നേടി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തതിന്റെ 44.17% വോട്ട് ഷൌക്കത്തിന് ലഭിച്ചപ്പോൾ 37.88% വോട്ടാണ് സ്വരാജിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. PV അൻവർ 11.23% വോട്ട് പിടിച്ചു. 2021 അൻവർ ജയിക്കുമ്പോൾ LDFന് കിട്ടിയത് 81,227 വോട്ടായിരുന്നെങ്കിൽ ഇത്തവണ LDFന്റെ വോട്ട് 66,660 ചുരുങ്ങി. UDFനാകട്ടെ കഴിഞ്ഞ തവണ 78,527 വോട്ട് ഉണ്ടായിരുന്നത് ഇത്തവണ നേരിയ നഷ്ടത്തോടെ 77,737 വോട്ടായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമരമ്പലം, കരുളായി, വഴിക്കടവ്, നിലമ്പൂർ, പോത്തുകല്ല് എന്നിവിടങ്ങളിൽ ലീഡ് നേടാൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇക്കുറി ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് കരുളായി പഞ്ചായത്തിൽ മാത്രം. അതും 118 വോട്ടിന്റെ ലീഡ്. അമരമ്പലം, കരുളായി, പോത്തുങ്കല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. ഇത് നിലമ്പൂരിലെ ജനങ്ങളുടെ വിജയമെന്നും കേരളത്തിലെ LDF ഭരണത്തിനെതിരെയുള്ള വിജയമാണെന്നും ആര്യാടൻ ഷൌക്കത്ത് പ്രതികരിച്ചു. ഡീലിമിറ്റേഷന് ശേഷം ചോക്കാടും കാളികാവും ചാലിയാർ പഞ്ചായത്തും ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതിനു ശേഷം തന്റെ പിതാവിന് 2011 ലഭിച്ച ഭൂരിപക്ഷം 6,000-നടുത്ത് വോട്ട് മാത്രമാണ്. അതിനുശേഷം 2 തവണയും UDFന് നഷ്ടപ്പെട്ട സീറ്റാണിത്. ആ സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കുകയാണെന്നും ഈ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ കാരണം പരിശോധിക്കുമെന്നും ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്താനാകില്ലെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ്. പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രകടനം നടത്താനായിട്ടില്ലെന്നും ഇടതുപക്ഷം മുന്നോട്ടുവെച്ച ഒരു രാഷ്ട്രീയ നിലപാടുമായി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടു പോകാനായി എന്നും M സ്വരാജ് പറഞ്ഞു. തിരിച്ചടി നേരിട്ടെങ്കിലും എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഒരു വർഗീയവാദിയുടെയും പിന്തുണ ഒരു കാലത്തും ഇടതുപക്ഷത്തിന് ആവശ്യമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലേത് ടീം UDFന്റെ വിജയമാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളുമായി തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആര്യാടൻ ഷൌക്കത്തിന്റെ മികച്ച വിജയം ടീം UDFന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും തന്നെപ്പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നേതാക്കളും പ്രവർത്തകരും ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. 2011 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ധോണിയുടെയും 2022 ഫുട്ബോൾ ലോകകപ്പ് ഉയർത്തിയ ലിയോണൽ മെസ്സിയുടെയും ചിത്രത്തോടൊപ്പം 2026 UDF ഗവൺമെന്റ് എന്ന പ്രതീക്ഷ ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് സതീശൻ നിലമ്പൂരിലെ വിജയം ആഘോഷിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചത് പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണെന്നും LDF വോട്ടാണെന്നും PV അൻവർ. 19,760 വോട്ട് നേടിയാണ് അൻവർ നിലമ്പൂരിൽ സാന്നിധ്യമറിയിച്ചിരിക്കുന്നത്. അൻവർ UDFന്റെ വോട്ട് പിടിച്ചു എന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അൻവർ പറഞ്ഞു. അതോടൊപ്പം UDFനൊപ്പം മുന്നോട്ടു പോകാൻ സാഹചര്യമുണ്ടെങ്കിൽ കൂടെ നിൽക്കുമെന്നും ഇല്ലെങ്കിൽ പുതിയ മുന്നണിയെന്നും അൻവർ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വർഗീയ ശക്തികളുടെ പിന്തുണ കിട്ടിയെന്നും BJP വോട്ട് ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ UDFന് പോൾ ചെയ്തുവെന്നും
വർഗീയ തീവ്രവാദ ശക്തികൾ ചേർന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ബാക്കിയാണ് നിലമ്പൂരെന്നും ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുമുന്നണിക്ക് രാഷ്ട്രീയ മത്സരത്തിലൂടെ ജയിക്കാനാകുന്ന മണ്ഡലമല്ല നിലമ്പൂരെന്നും പാർട്ടി വോട്ടിന് പുറമേ നിന്ന് വോട്ട് കിട്ടുമ്പോഴാണ് ജയിക്കാറെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. വർഗീയ ശക്തികളെ മാറ്റി നിർത്തിയാണ് നിലമ്പൂരിൽ ഇത്രയധികം വോട്ട് LDFന് കിട്ടിയതെന്നും വർഗീയ ശക്തികളെ ഒരുമിപ്പിച്ചും കള്ളപ്രചാരണം നടത്തിയും UDF വോട്ട് പിടിച്ചെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. UDFന് ജനപിന്തുണ കുറഞ്ഞുവെന്നും സർക്കാർ വിരുദ്ധ വികാരം ഇല്ലെന്നും ജനതാൽപര്യം മുൻനിർത്തിയാണ് ഇടത് നയമെന്നും അതുമായി തന്നെ മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിന്റെ വോട്ട് കൂടി വാങ്ങിയാണ് നിലമ്പൂരിൽ ജയിച്ചതെന്നും ഇത്തവണ അൻവറിന്റെ വോട്ടിന്റെ കുറവാണ് തോൽവിക്ക് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ UDF വ്യക്തമായ ഭൂരിപക്ഷം ഉയർത്തിയെന്ന് മുസ്ലിം ലീഗ്. അൻവർ ഉണ്ടാക്കിയ മുന്നേറ്റവും ശ്രദ്ധിക്കുന്നുണ്ടെന്നും അൻവർ വിഷയം ഇനി UDF മുന്നണി ചർച്ച ചെയ്യട്ടെയെന്നും എന്ത് ഫാക്റ്റുണ്ടെങ്കിലും UDF ലീഡ് ഉയർത്തിയെന്നതാണ് പ്രധാനമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിദ്വേഷ ചാപ്പകുത്തി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ CPMനാവില്ല എന്ന് തെളിയിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബുർ റഹ്മാൻ. രാഷ്ട്രീയ സത്യസന്ധതയ്ക്കും സദാചാരത്തിനും നിരക്കാത്ത വില കുറഞ്ഞ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിൽ നിന്ന് CPM പിന്തിരിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ സംഘപരിവാറിനെ മണ്ണൊരുക്കിയവരെന്ന് CPMനെ കുറിച്ച് ചരിത്രം വിധിയെഴുതുമെന്നും P. മുജീബുർ റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നിലമ്പൂരിലേത് ലീഗിന്റെ വിജയമാണെന്നും ലീഗിന്റെ കൊടിയാണ് അവിടെ ഉയർത്തിക്കാണിച്ചതെന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മണ്ഡലത്തിൽ LDFന് അഭിമാനകരമായ വോട്ട് ലഭിച്ചെന്നും SNDP ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. നിലമ്പൂരിൽ UDF വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ്. അച്ഛാ, നമ്മൾ ജയിച്ചൂട്ടോ, അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പമെന്നാണ് നന്ദന കുറിച്ചത്. മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലും നന്ദനയുടെ കുറിപ്പ് ചർച്ചയായിരുന്നു. പാലക്കാട് കടുക്കാക്കുന്നം സർക്കാർ LP സ്കൂളിന്റെ സീലിംഗ് പൊട്ടിവീണു. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് ഇന്നലെ രാത്രി പൊട്ടിവീണത്. കുട്ടികളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. സീലിംഗ് മാറ്റി സ്ഥാപിക്കണമെന്ന് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നുവെന്നും നടപടിയുണ്ടായില്ലെന്നും സ്കൂൾ അധികൃതർ പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് VSനെ പ്രവേശിപ്പിച്ചത്. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇത് ആരംഭിക്കുന്നു. എല്ലാ ആഭരണങ്ങളിലും നേടൂ പണിക്കൂലിയിൽ 50% വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺസ് ആഭരണങ്ങളുടെ ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ചോയ്സ്. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joya Lucas, world's favorite jeweler. തമിഴ്നാട് വാൽപ്പാറയിൽ 4 വയസ്സുകാരിയെ പുലി പിടിച്ച പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പച്ചമല എസ്റ്റേറ്റിലെ ലായത്തോട് ചേർന്ന പ്രദേശത്താണ് കൂട് സ്ഥാപിച്ചത്. നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. വനമേഖലയോടും തേയിലത്തോട്ടത്തോടും ചേർന്ന പ്രദേശത്താണ് കൂടുവെച്ചത്. YSRCP നേതാവും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ വാഹനം കയറിയിറങ്ങി ഒരാൾ മരിച്ചു. YSRCP അനുഭാവിയായ 65 വയസ്സുകാരനായ സിംഗയ്യ എന്നയാളാണ് മരിച്ചത്. ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിലാണ് സംഭവം. മറാത്തി ചലച്ചിത്ര നാടകരംഗത്തെ അറിയപ്പെടുന്ന നടനും സംവിധായകനുമായ തുഷാർ ഗഡിഗവോങ്കറിനെ മുംബൈയിലെ തന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 34 വയസ്സായിരുന്നു. കുറച്ചുകാലമായി കലാരംഗത്ത് അവസരങ്ങൾ ലഭിക്കാത്ത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബിരുദ പ്രവേശന ഫോമിൽ അബദ്ധവശാൽ ഒരു പിശകുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ഡൽഹി സർവകലാശാല. ഡിഗ്രി അഡ്മിഷൻ ഫോമിൽ മാതൃഭാഷാ വിഭാഗത്തിൽ മുസ്ലിം എന്ന കോളം ഉൾപ്പെടുത്തിയതിലാണ് ഡൽഹി സർവകലാശാല അധികൃതർ ക്ഷമ ചോദിച്ചത്. ബിരുദ പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോമിലാണ് ഭാഷാ വിഭാഗത്തിൽ സമുദായങ്ങളുടെയും മതങ്ങളുടെയും പേരുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ബോധപൂർവം സംഭവിച്ചതല്ലെന്നും വിഷയം ഗൌരവപൂർവ്വം പരിശോധിക്കുമെന്നും സംഭവത്തെ വലിയ വിവാദമാക്കി സർവകലാശാലയിലെ സാഹോദര്യവും ഐക്യവും തകർക്കരുതെന്നും അധികൃതർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. തെലുങ്ക് ചലച്ചിത്ര താരം വിജയ് ദേവരകൊണ്ടയ്ക്കെതിരെ പോലീസ് കേസ്. ആദിവാസികൾക്കെതിരായ പരാമർശത്തിനാണ് SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം കേസ് എടുത്തിരിക്കുന്നത്.
ഒരു സിനിമയുടെ പ്രീ റിലീസ് ഇൻവെസ്റ്റിൽ പങ്കെടുക്കവേ ആയിരുന്നു താരത്തിന്റെ വിവാദ പരാമർശം. ജൂൺ 17-നാണ് ഇത് സംബന്ധിച്ച പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇറാനിലെ 6 വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം. പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 15-ലധികം ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ നശിപ്പിച്ചതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം. മേഖലയിലെ സംഘർഷാന്തരീക്ഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ചും മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചും നേതാക്കൾ ഫോണിൽ സംസാരിച്ചു. പ്രാദേശിക സുരക്ഷയും സമാധാനവും പുനഃസ്ഥാപിക്കേണ്ട ആവശ്യകതയും സംഭാഷണത്തിൽ എടുത്തു പറഞ്ഞു. US ആക്രമണങ്ങൾക്ക് മുമ്പേ ഇറാൻ ഫോർഡോ പ്ലാന്റിൽ നിന്ന് കാര്യമായ അളവിൽ യുറേനിയവും മറ്റു ഉപകരണങ്ങളും മാറ്റിയിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ. 2 ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാതിരിക്കാൻ ഇറാനുമേൽ ചൈന സമ്മർദ്ദം ചെലുത്തണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. ഇറാനും ഒമാനും ഇടയിലുള്ള ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതിനുള്ള നടപടി ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചതായി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് റൂബിയോയുടെ പ്രസ്താവന. ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണമായ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനെ ഐക്യരാഷ്ട്രസഭയിൽ ന്യായീകരിച്ച് അമേരിക്ക. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം ഉപേക്ഷിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ ന്യായീകരിച്ചത്. ഇറാൻ പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നാശമുണ്ടാക്കുന്നുവെന്ന് UN-ൽ US പ്രതിനിധി അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ സൈനിക നടപടി ഇറാന്റെ ഭീഷണി തടയാനായിരുന്നുവെന്നും UN രക്ഷാസമിതിയിൽ അമേരിക്ക വിശദീകരിച്ചു. 2026-ലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ശുപാർശ ചെയ്യാനുള്ള പാകിസ്ഥാന്റെ തീരുമാനത്തിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ജാമിയത്ത് ഉലമ ഇസ്ലാം വിഭാഗത്തിന്റെ തലവനായ മൌലാന ഫസ്ലുർ റഹ്മാൻ സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും നോബൽ സമ്മാനത്തിനുള്ള നിർദ്ദേശം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടതായി ഡോൺ റിപ്പോർട്ട് ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.